JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് താമ്പൂലം, അതായത് വെറ്റിലയുടെ ലക്ഷണങ്ങളും അത് ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന രീതിയും എങ്ങനെയാണ് എന്നുള്ളതാണ്. താമ്പൂലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ശുഭകരമായ എല്ലാ കർമ്മങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് താമ്പൂലം അല്ലെങ്കിൽ വെറ്റില. ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ പന്തലിൽ കയറുന്നതിന് മുമ്പായിട്ട് ബന്ധുക്കൾക്കും അതുപോലെ ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നമ്മൾ ദക്ഷിണ കൊടുക്കുന്ന പതിവുണ്ട്. അതുപോലെ പല സാഹചര്യത്തിലും പല ശുഭകർമ്മങ്ങൾക്കും വിളക്കിൻ്റെ മുന്നിലും നമ്മൾ വെറ്റില അടയ്ക്കുക, ഗണപതി ഒരുക്ക്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് താമ്പൂലം എന്നത്. എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് അനുഭവപ്പെടുന്ന ശുഭാശുഭ കർമ്മങ്ങളുടെ ഒരു സൂചന നമുക്ക് ഈ താമ്പൂലം നൽകും എന്നുള്ളതാണ്. കവടി വയ്ക്കാതെ തന്നെ പ്രശ്നത്തിൽ താമ്പൂല പ്രശ്നം എന്നൊരു വിഭാഗം തന്നെയുണ്ട്. അതായത് വെറ്റില നോക്കി ആരൂഢം കണ്ടുപിടിച്ച് അതനുസരിച്ച് അപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് സകലവിധമായ ഫലങ്ങളെയും പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു താമ്പൂലം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആ താമ്പൂലത്തിൽ അല്ലെങ്കിൽ ആ വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന ദേവതകളെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ലക്ഷണം പറയുന്നുണ്ട്, അതിൻ്റെ ശുഭാശുഭ കർമ്മങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വെറ്റില വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ആചാര്യന്മാർ വളരെ മഹത്തായി കണ്ട ഒരു സംഗതിയാണ്. ആയുർവേദത്തിലും ഇതിൽ ഒരുപാട് ഗുണഗണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. വെറ്റിലയുടെ നീര് ഒരുപാട് കാര്യങ്ങൾക്ക് കൊള്ളാമെന്നും. താമ്പൂലത്തിൻ്റെ ആരൂഢം നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും നമ്മുടെ തൊഴിൽപരമായ കരിയറിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ തൊഴിലിനെ സംബന്ധിച്ചാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് മെച്ചപ്പെടുമോ അതോ ഏത് രീതിയിലായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ 2, 6, 10 ഭാവങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ 2ാം ഭാവം ധനമാണല്ലോ, 6ാം ഭാവം എന്ന് പറയുന്നത് സേവനം അല്ലെങ്കിൽ നഷ്ടം. ഇവിടെ സേവനവും 6ാം ഭാവം വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യയം, ചെലവിനെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 10ാം ഭാവം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാളിൻ്റെ പ്രവൃത്തി മണ്ഡലമാണ് അല്ലെങ്കിൽ കർമ്മസ്ഥാനമാണ്. ഈ ഭാവങ്ങളുടെ താമ്പൂലം, അതായത് 2ാമത്തെയോ 6ാമത്തെയും 10ാമത്തെയും ഒക്കെ ഉള്ള താമ്പൂലം പുഷ്ടിയുള്ളതാണെങ്കിൽ, അതായത് മുമ്പേ പറഞ്ഞതുപോലെ നല്ല ലക്ഷണങ്ങളോട് കൂടിയതാണെങ്കിൽ, തടിച്ച സിരകളോട് കൂടിയത്, അതായത് നല്ല തടിച്ച ഞരമ്പുകൾ, അതാണ് സിരയെന്ന് പറയുന്നത്, സിരകളോട് കൂടിയതൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നും സർക്കാർ ജോലിക്ക് ഒരു സാധ്യതയെ നമുക്ക് പറയാം എന്നുള്ളതാണ്. 10ാം ഭാവ താമ്പൂലത്തിൻ്റെ ഞരമ്പ് ഒടിഞ്ഞിരുന്നാൽ, അതായത് മുറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒടിഞ്ഞിരിക്കുക, ആ നടുക്കൂടെയുള്ളത്, അങ്ങനെയാണെങ്കിൽ സർവീസിൽ നിന്ന് ചിലപ്പോൾ വിട്ടു നിൽക്കേണ്ട സാഹചര്യം വരാം എന്നുള്ളതാണ്. നേരെയുള്ള ഞരമ്പ് കൂട്ടിയിണക്കാൻ വയ്യാത്ത വിധം വേർപെട്ടിരുന്നാൽ, അതായത് ഇങ്ങനെ 2ആയിട്ട് മാറിയിരിക്കുക, അങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയൊക്കെ വരാം. ഒരെണ്ണം ഇങ്ങോട്ട് വന്നിട്ട് 2ആയിട്ട് പിരിഞ്ഞൊക്കെ പോകാമല്ലോ, പല രീതിയിലൊക്കെ ഓരോ വെറ്റിലേക്ക് കാണാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉള്ള ജോലി കുറച്ച് നാളത്തേക്കെങ്കിലും ചിലപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ അതിൽ നിന്നും മാറിപ്പോകാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി സമാന്തരമായിട്ട് ഒരേപോലെ തന്നെ ആ മധ്യഭാഗത്തൂടെ 2 ഞരമ്പുകൾ ഒരുപോലെ ജോഡിയായിട്ട് വന്നിട്ട് അഗ്രഭാഗത്ത് സന്ധിക്കുകയും ആ ഞരമ്പ് ഭാഗത്തുനിന്ന് ഒരിടത്തുനിന്ന് തുടങ്ങി മറ്റൊരിടത്ത് അവസാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരേപോലെ മധ്യഭാഗത്ത് 2 ഞരമ്പുകളുണ്ടെങ്കിൽ 2 തരത്തിലുള്ള വരുമാനം, ഒന്ന് തൊഴിൽപരമായ വരുമാനമായിരിക്കും, ഏതെങ്കിലും തരത്തിൽ ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്നും അല്ലാതെ ഉള്ളതും, അതായത് ശമ്പളവും കിമ്പളവും എന്നൊക്കെ പറയുന്നത് സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച്, അല്ലാത്തവരെ സംബന്ധിച്ച് ഒന്നിലധികം ഒരേപോലെ തന്നെ വരുമാനം ഉണ്ടാകുന്ന അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ്. ഒന്ന് ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒന്നൊടിഞ്ഞിരിക്കുന്നു, ഒന്നിന് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഒന്ന് രക്ഷപ്പെടും, ഒന്ന് രക്ഷപ്പെടത്തില്ല. അതായത് ഇപ്പം ഒന്നിലധികം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം തൊഴിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ അത് നഷ്ടമാകാം, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ഉയർന്ന് വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. 10ാം ഭാവസംബന്ധിയായ വെറ്റിലയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. 2, 6, 10, 11 ഈ വെറ്റിലകൾ, അതായത് ഈ ഭാവത്തിൽ വരുന്ന വെറ്റിലകൾക്ക് പുഷ്ടിയുണ്ടെങ്കിൽ, അതായത് ശുഭമാണെങ്കിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. 11ാം ഭാവം, അതായത് പിന്നെ
വളരെ മെച്ചപ്പെട്ട ഒരു രീതിയിൽ അതായത് 3 ഭാഗങ്ങളെ നമുക്ക് വെറ്റില കൊണ്ട് നിർണ്ണയിക്കണം. 1 ആദ്യ ഭാഗം, 2 മധ്യഭാഗം, 3 അന്ത്യഭാഗം. അപ്പോൾ ഇങ്ങനെ 3 ഭാഗത്തെ എടുക്കുമ്പോൾ ആ 3 ഭാഗവും നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രമോഷനും ജോലിയും ഉയർച്ചയും ഒക്കെ കിട്ടും. 3-ാം ഭാവത്തിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അസൗകര്യമുള്ള സ്ഥലത്തേക്ക് ചിലപ്പോൾ സ്ഥലം മാറ്റവും മാറിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് 10ൻ്റെയും 2ൻ്റെയും കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അധ്വാനം, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം, അതാണ് ഈ 10-ും 2-ഉം എന്ന് ഞാൻ പറഞ്ഞത്. ഇനി 6-10 ഭാവങ്ങൾക്ക് ശുഭദൃഷ്ടി ഇല്ലാതെ 6ൻ്റെയും 10ൻ്റെയും ഭാവങ്ങൾ നോക്കുമ്പോൾ ശുഭദൃഷ്ടിയൊന്നുമില്ല, രാഹുവിൻ്റെയോ ശനിയുടെയോ ഒക്കെ ബന്ധം അപ്പോഴത്തെ ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് നോക്കുമ്പം വരികയാണെങ്കിൽ ശമ്പളമല്ലാത്ത വരുമാനം അങ്ങനെയൊക്കെയുള്ള, അതായത് മറ്റേതെങ്കിലും തരത്തിലൊക്കെയുള്ള വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ശനിയെ സംബന്ധിച്ച് അത് ആസ്ട്രോളജിയിൽ ശനി എന്ന് പറയുമ്പോൾ തൊഴിലാളികളെ വെച്ചും തൊഴിൽക്കാരെ വെച്ചും സാധാരണക്കാരെ വെച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഗുണമുണ്ടാകും എന്നുള്ളതാണ്. താമ്പൂല ഗ്രഹം ബുധനോ വ്യാഴമോ ആയി കർമാധിപൻ നീചത്തിൽ നിൽക്കുകയോ അംശിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അതായത് ബുധനോ വ്യാഴമോ താമ്പൂല ഗ്രഹമായിട്ട് വരും, അത് നീചത്തിൽ കർമാധിപനായിട്ടൊക്കെ വന്ന് അംശിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലല്ലാതെ വളഞ്ഞ വഴിയിലൂടെ കാശുണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം കൈക്കൂലി മേടിക്കുക, അല്ലെങ്കിൽ പലിശയ്ക്ക് പണം കൊടുത്ത് മേടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അതും അതിനൊക്കെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഉള്ളത് പോരാ ഇനിയും വേണം എന്നുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും എന്നുള്ളതാണ്. അതുപോലെ വിദ്യാസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വരിക 2ാമത്തെ വെറ്റില വളരെ നല്ലതാണെങ്കിൽ എല്ലാ തരത്തിലുമുള്ള അറിവ് ആ വ്യക്തിക്ക് ഉണ്ടാകും, ഒരു സാമാന്യമായ ബോധവും വിവരവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ 4-ലാണെങ്കിൽ അക്കാഡമിക്കലായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നല്ല അറിവുണ്ട് എന്നുള്ളതാണ്. ഇനി 9-ാം ഭാവത്തിൻ്റെ വെറ്റില നല്ല രീതിയിലാണെങ്കിൽ, ഇതൊക്കെ ഞാൻ എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9-ാം ഭാവത്തിൻ്റെ വെറ്റില ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല വെറ്റിലയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം മൂലമുള്ള ഉയർച്ചയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് താമ്പൂലം കൊണ്ട് പറയാൻ സാധിക്കും എന്നതാണ്. താമ്പൂലത്തിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പം ഇപ്പോൾ 2-ാം ഭാവത്തിൻ്റെ അടുത്ത് പഠിക്കുന്ന ഒരാളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എങ്കിൽ അതിൻ്റെ മധ്യഭാഗം വിദ്യയുടെ ഗതിയെ സൂചിപ്പിക്കുക എന്നുള്ള അതിൻ്റെ മധ്യഭാഗം താമ്പൂലാഗ്രേ നിവസതിരമ മധ്യതോ വാഗദീശ, വാഗ്ദേവിയാണ്, സരസ്വതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഠിത്തത്തിൻ്റെ ഗതിയെ എങ്ങനെയാണ് എന്നുള്ളത് ആ മധ്യഭാഗം കൊണ്ട് നമുക്കറിയാൻ സാധിക്കും. ആ മിനുസമുള്ളതും ഭംഗിയുള്ളതും ഒക്കെ ആണെങ്കിൽ നന്നായി സംസാരിക്കാനുള്ള ശേഷിയും കാര്യങ്ങളെ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കാനുള്ള കഴിവുമൊക്കെ ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു സൂചനയാണ് തരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, താമ്പൂല പ്രശ്നം, താമ്പൂല ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞ് ഈ അസ്ട്രോളജിയുമായിട്ടൊന്നും ബന്ധമില്ലാത്ത രീതിയിൽ അതാണ് ഇതാണ് മറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ചില തെറ്റിദ്ധാരണകൾ വരുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു കാലമാണിത്. അതുകൊണ്ടാണ് ഈ താമ്പൂലം കൊണ്ട് ഫലം പറയുന്നത് എങ്ങനെയാണ്, താമ്പൂലത്തിൻ്റെ ആരൂഢം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, താമ്പൂല ജ്യോതിഷം എന്താണ് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. നന്ദി, നമസ്കാരം.